നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26-ാം തീയതിയാണ്, ചൊവ്വാഴ്ച. ഇന്ന് ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ അന്വേഷണത്തിനായി ഒരു 7 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്നുള്ളതാണ് ഇന്നലെ എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ മേഖലയിൽ നിന്ന് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിലുള്ളവർ തന്നെ കൂടുതൽ വിമർശനങ്ങളുമായി പുറത്തെത്തുന്നുണ്ട്. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ എത്തുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ വിശാഖപട്ടണത്ത് കണ്ടെത്തിയ പെൺകുട്ടിയെ ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് CWC പ്രത്യേക സിറ്റിംഗ് ചേർന്ന് കുട്ടിയെ വിട്ടുകൊടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കും. കുട്ടിക്ക് പ്രത്യേക കൗൺസിലിംഗ് വേണോ, ഇക്കാര്യത്തിലെല്ലാം തീരുമാനങ്ങളുണ്ടാവും. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണിന്ന്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26, ചിങ്ങം 10, തിങ്കളാഴ്ചയാണ്. വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിൽ 7 അംഗ സംഘം പരാതികളും വെളിപ്പെടുത്തലുകളും അന്വേഷിക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. പരാതി നൽകാതെ കേസെടുക്കാനാവില്ലെന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് പിന്നാലെയുള്ള സർക്കാരിന്റെ നിലപാട്. എന്നാൽ രഞ്ജിത്തും സിദ്ദിഖും ഉൾപ്പെടെ പലരുടെയും പേരുകൾ പുറത്തുവന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി. അടുത്ത 10-ന് വിഷയം ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ വൻ നാണക്കേടാകുമെന്ന പേടിയും മറ്റൊരു യു-ടേണിന് സർക്കാരിനെ പ്രേരിപ്പിച്ചു. ഒടുവിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയോ മാധ്യമങ്ങളിൽ വന്ന വെളിപ്പെടുത്തലിന്റെയോ അടിസ്ഥാനത്തിൽ ആദ്യം കേസെടുക്കില്ല. പകരം ആരോപണം ഉന്നയിച്ചവരെ നേരിൽ കാണും. അവർ പരാതിയും മൊഴിയും നൽകാൻ തയ്യാറാണെങ്കിൽ പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കും. പരാതി നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ടും പോലീസിനെ സമീപിക്കാം. വനിതകളായ പരാതിക്കാർക്ക് അനുകൂല സാഹചര്യമൊരുക്കാനായി IG G. സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലെ സംഘത്തിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥരുമുണ്ട്. DIG S. അജിത ബീഗം, SP-മാരായ മെറിൻ ജോസഫ്, G. പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്റെ, V. അജിത്, S. മധുസൂദനൻ എന്നിവരടങ്ങിയ സംഘം നാളെ യോഗം ചേർന്ന് അന്വേഷണ രീതി തീരുമാനിക്കും. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാണ്. റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാത്ത സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ പ്രതിരോധിക്കാം എന്നും സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതിയിൽ വിശദീകരിക്കാനും സർക്കാരിന് ഇതോടെ കഴിയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പരാതി നൽകിയാൽ അന്വേഷണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെയും CPIM സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാട്. എന്നാൽ ഇതിനിടയിൽ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ വെട്ടിലാക്കി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ സർക്കാർ നിലപാട് പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല ഇടതുമുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കളുടെയും പ്രതിഷേധത്തിനിടയാക്കി. രഞ്ജിത്തിന് സർക്കാർ സംരക്ഷണമെന്ന ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. സിദ്ദിഖിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളും മുകേഷ്, അലൻസിയർ തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന ഒടുവിൽ സർക്കാർ തിരിച്ചറിഞ്ഞു. സർക്കാർ നിലപാടിനെതിരെയുള്ള പരസ്യ പ്രതിഷേധങ്ങൾക്കൊപ്പം ഇടതനുഭാവമുള്ള ചലച്ചിത്ര പ്രവർത്തകരും അന്വേഷണം വേണമെന്ന നിലപാടെടുത്തത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സംഘത്തിൽ 4 മുതിർന്ന വനിതാ പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടുത്തിയതിലൂടെ പ്രതിപക്ഷ ആവശ്യവും സർക്കാർ മുഖവിലക്കെടുത്തു. പ്രതിപക്ഷ ആരോപണത്തെ ഇതിലൂടെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, സാംസ്കാരിക മേഖലയിൽ നിന്നും ഉയർന്ന പ്രതിഷേധത്തെ തണുപ്പിക്കാനും കഴിയും. അടുത്ത തവണ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും വെളിപ്പെടുത്തലുകളിലുമുള്ള നിലപാട് വ്യക്തമാക്കാൻ കഴിയുമെന്നതും സർക്കാരിന് നേട്ടമാകും. 24 തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ. ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ച പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം ചേരുന്നത്. അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുക. പുതിയ ജനറൽ സെക്രട്ടറിയെ നിയമിക്കുക എന്നതാണ് പ്രധാന അജണ്ട. അടിയന്തര ജനറൽ ബോഡി വിളിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ചർച്ചയാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അമ്മയ്ക്ക് മുൻപാകെ ചില നടിമാർ നൽകിയിട്ടുള്ള പരാതികളിന്മേൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളിലും തീരുമാനമുണ്ടായേക്കും.
നടനും MLA-യുമായ മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച് ടെസ് ജോസഫ് വീണ്ടും രംഗത്തു വന്നതോടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസും പോഷക സംഘടനകളും സമരം പ്രഖ്യാപിച്ചു. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുകേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തും. അതിനിടെ പ്രതിഷേധം കണക്കിലെടുത്ത് മുകേഷ് MLA-ക്ക് പോലീസ് സംരക്ഷണം ശക്തമാക്കി. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മുകേഷിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മണിക്കൂറുകളുടെ ആശങ്കകൾക്കൊടുവിൽ 24-ന്റെ നിർണായക ഇടപെടലിലൂടെ വിശാഖപട്ടണത്തു നിന്ന് കണ്ടെത്തിയ 13 വയസ്സുകാരിയെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിച്ചു. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. CWC ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി കുട്ടിയെ വിട്ടുകൊടുക്കുന്ന കാര്യം തീരുമാനിക്കും. മാതാവ് ശകാരിച്ചതിന്റെ പേരിലായിരുന്നു 13 വയസ്സുകാരി കഴക്കൂട്ടത്തെ വീട് വിട്ടിറങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കും കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കും അവിടെ നിന്ന് വിജയവാഡയിലേക്കുമുള്ള കുട്ടിയുടെ യാത്രക്കിടെ വിശാഖപട്ടണത്ത് വെച്ച് മലയാളി സമാജം അംഗങ്ങൾ ട്രെയിനിൽ നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ കണ്ടെത്തി. 24 വാർത്താ സംഘത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് മലയാളികളായ കുറച്ചുപേർ ട്രെയിനിൽ പരിശോധന നടത്തിയത്. 24-ലെ നമ്മുടെ അലക്സ് കൂടെ പോയിട്ട് എടുത്ത ഒരു കാര്യമുണ്ട്. നിങ്ങളോടൊപ്പം ഉറങ്ങാതെ ഞങ്ങളും ഇരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ അതിന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. മലയാളി സമാജം അസോസിയേഷൻ പ്രവർത്തകരവിടെയുണ്ട്, അവർക്ക് നന്ദി പറയുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച കുട്ടിയെ ഇന്നലെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷയത്തിൽ ഇന്ന് CWC പ്രത്യേക സിറ്റിംഗ് നടത്തും. കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. നിയമ നടപടികളെല്ലാം പൂർത്തീകരിച്ചാകും കുട്ടിയെ വിട്ടു നൽകുകയെന്ന് കഴക്കൂട്ടം ACP നിയാസ്. നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രത്യേക സിറ്റിംഗ്. ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 24 തിരുവനന്തപുരം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്തമേഖല സന്ദർശിച്ച് 15 ദിവസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ നടപടിയുണ്ടായില്ല. മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞാൽ വൈകാതെ സഹായം ലഭ്യമാകുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. 900 കോടിയുടെ ആദ്യഘട്ട സഹായം ആവശ്യപ്പെട്ടുള്ള നിവേദനം ഈ മാസം 18-ന് സർക്കാർ കേന്ദ്രത്തിന് നൽകിയിരുന്നു. വയനാട്ടിലെ 2 ഗ്രാമങ്ങളെ തൂത്തെറിഞ്ഞ ഉരുൾപൊട്ടലുണ്ടാക്കിയ ആഘാതം നേരിട്ട് മനസ്സിലാക്കാൻ ദുരന്തം നടന്ന് 12ാമത്തെ ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തി. അന്ന് തന്നെ അടിയന്തര സഹായം കേരളത്തിന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. കാരണം വിദഗ്ധ സംഘം വയനാട്ടിലെത്തി ദുരന്തത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ഇതിനോടകം സമർപ്പിച്ചിരുന്നു. എന്നാൽ കേരളം വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കണം എന്നായിരുന്നു കേന്ദ്ര നിലപാട്. പിന്നീട് ഈ കാര്യത്തിൽ വ്യക്തമായ യാതൊരു വിശദീകരണവും കേന്ദ്രത്തിന്റെയോ കേരളത്തിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. 2 ഭാഗങ്ങളിലായി മെമ്മോറാണ്ടം സമർപ്പിക്കാനാണ് കേരളം തീരുമാനിച്ചത്. നാശനഷ്ടം ഉണ്ടായതിന്റെ കണക്കുകൾ വെച്ച് 1800 കോടിയുടെ നഷ്ടമുണ്ടായെന്നും 900 കോടി ആദ്യഘട്ടത്തിൽ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 18-ന് മെമ്മോറാണ്ടം സമർപ്പിച്ചു. ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഓഗസ്റ്റ് 24-ന്. കേന്ദ്ര സഹായത്തെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കുമ്പോൾ വയനാടിന്റെ ഏകോപന ചുമതലയുള്ള റവന്യൂ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: കേരളം വളരെ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്നു. പക്ഷേ ഒന്നും തന്നില്ലെങ്കിലും ആരും തന്നില്ലെങ്കിലും എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ 3 പേര് ഇരിക്കുന്നത്. ഒരു പ്രയാസവും ഉണ്ടാകില്ല. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള പണം തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാശനഷ്ടങ്ങളുടെ സമഗ്രമായ കണക്കും പുനരധിവാസം ഉൾപ്പെടെയുള്ളവയ്ക്ക് ആവശ്യമായ തുകയും ചേർത്ത് കേരളത്തിന് ഒറ്റ മെമ്മോറാണ്ടം സമർപ്പിച്ചാൽ പോരെയെന്ന ചോദ്യം ബാക്കി. പരാതികൾ ഉയർന്നെങ്കിലും താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി. ഇനി എത്രയും വേഗം ടൗൺഷിപ്പ്, തകർന്ന പ്രദേശങ്ങളുടെ പുനരുജ്ജീവനം തുടങ്ങിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കണം. അതിനായി ഒരുമിച്ച് നിൽക്കണം.
പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും കൂടിയാലോചനയും നടത്തിയപ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ചെറുതല്ലാത്ത പ്രതീക്ഷയാണ് ഈ നാടിന് ഉണ്ടായിരുന്നത്. പ്രഖ്യാപനം മെമ്മോറാണ്ടങ്ങളുടെ പേരിൽ ഇനിയും വൈകരുത്. വിപിൻ സി വിജയൻ, 24 വയനാട്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിന് വിദഗ്ധ സംഘത്തെ രൂപീകരിച്ച് സർക്കാർ നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലകളിലെ സാമ്പത്തിക ചെലവുകൾ കണക്കാക്കുക, പുനർനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഇവയാണ് പ്രധാന ലക്ഷ്യം. മാർഗനിർദ്ദേശം നൽകുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘവും വയനാട്ടിലുണ്ടാകും. ദുരന്തഭൂമിയിൽ കാണാതായവർക്കായുള്ള പ്രത്യേക തിരച്ചിൽ ഇന്നും തുടരും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരായ അഴിമതി കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി CBI. സന്ദീപ് ഘോഷിന്റെ വീട്ടിൽ നിന്ന് ചില രേഖകൾ CBI സംഘം കണ്ടെടുത്തിരുന്നു. വീടും മെഡിക്കൽ കോളേജും അടക്കം സന്ദീപ് ഘോഷുമായി ബന്ധമുള്ള 14 ഇടങ്ങളിൽ CBI റെയ്ഡ് നടത്തി. അതിനിടെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയുടെ നുണപരിശോധന പൂർത്തിയായെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. ആശുപത്രിയിൽ ഡോക്ടേഴ്സിന്റെ പണി മുടക്കിയുള്ള പ്രതിഷേധം തുടരുന്നു. സീരിയൽ ആർട്ടിസ്റ്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കൊൽക്കത്ത നഗരത്തിൽ മെഴുകുതിരി കത്തിച്ച് മാർച്ച് നടത്തി. സിലിഗുഡിയിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. പശ്ചിമ ബംഗാൾ സ്റ്റുഡന്റ് സൊസൈറ്റിയും ഷാങ്ക്രി സമർത്ഥക് മഞ്ചും നാളെ സെക്രട്ടേറിയറ്റ് വളയാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ 22കാരിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആലപ്പുഴ നഗരസഭയിൽ ലജ്നത്ത് വാർഡിൽ ആസിയയാണ് മരിച്ചത്. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 4 മാസം മുൻപായിരുന്നു വിവാഹം. ദന്തൽ ടെക്നീഷ്യനായി മൂവാറ്റുപുഴയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സംഭവത്തിൽ ആലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസം മൂലം ഇന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതിനൊപ്പം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പോസിറ്റീവ് ആകുന്നതും മഴ കൂടാൻ കാരണമായേക്കും. എന്താണ് ഈ പ്രതിഭാസങ്ങളെന്ന് പരിശോധിക്കാം. ലോകത്തെ ഒരു പ്രദേശത്തെ സമുദ്രജലത്തിന്റെ ചൂടും തണുപ്പും ആഗോള താപനിലയെ തന്നെ ബാധിക്കുമോ? ബാധിക്കും എന്നാണ് ഉത്തരം. സാധാരണ സമുദ്രാവസ്ഥയിൽ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദം തെക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് ഭൂമധ്യരേഖയിലൂടെ പടിഞ്ഞാറേക്കാണ് സഞ്ചരിക്കുന്നത്. സമുദ്രത്തിന് മുകളിലൂടെയുള്ള കാറ്റിന്റെ ചലനം അപ്വെല്ലിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു. സമുദ്രോപരിതലത്തിന് താഴെയുള്ള തണുത്ത ജലം ഉയർന്നു പൊങ്ങി ചൂടുള്ള ഉപരിതല ജലത്തെ മാറ്റിസ്ഥാപിക്കുന്നതാണ് അപ്വെല്ലിംഗ്. അപ്വെല്ലിംഗ് ഉണ്ടാകാത്ത സന്ദർഭത്തിൽ പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ സാധാരണയേക്കാൾ ചൂട് കൂടും. ഇത് എൽനിനോയിലേക്ക് നയിക്കും. ഇന്ത്യയിൽ അത് കുറഞ്ഞ മഴയ്ക്കും ഉയർന്ന താപനിലയ്ക്കും വരൾച്ചയ്ക്കും ഇടയാക്കുന്നു. ലാനിന സമയത്ത് ശക്തമായ വാണിജ്യവാദങ്ങൾ ചൂട് ജലത്തെ ഏഷ്യയിലേക്ക് തള്ളുന്നു. ഇത് മഴ വർദ്ധിക്കാൻ ഇടയാക്കും. കഴിഞ്ഞ വർഷം ജൂണിൽ ആരംഭിച്ച എൽനിനോ നിലവിൽ ദുർബലമാണ്. ജൂൺ മാസത്തോടെ എൽനിനോ സതേൺ ഓസിലേഷൻ ഇല്ലാതാകുന്നത് മൂലം ലാനിന സംജാതമാകും. ഇന്ത്യയുടെ കിഴക്ക് വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് മുതൽ കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും അത് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത്. കേരളത്തെ കാത്തിരിക്കുന്നത് പെരുമഴയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. റിസർച്ച് ഡെസ്ക് 24. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ 4650 താമസ നിയമലംഘകർ പിടിയിലായിട്ടുണ്ട്. ജലീബ്, മഹബൂല പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും പിടിയിലായതെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ യൂസഫ് ആൽ അയൂബ് വ്യക്തമാക്കി. പിടിയിലായവരെ വിരലടയാളം രേഖപ്പെടുത്തിയതിനു ശേഷം പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി. പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നടത്തിവരുന്ന സുരക്ഷാ പരിശോധന തുടരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വ്യാപക തൊഴിൽ നിയമലംഘനം നടന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാത്തതും സ്വദേശീവൽക്കരണത്തിലെ വീഴ്ചയുമാണ് കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ ഭൂരിഭാഗം.
2024 ആദ്യം മുതൽ ജൂലൈ പകുതി വരെയുള്ള കണക്കാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം പുറത്തുവിട്ടത്. ഈ കാലയളവിൽ 1,7329 സ്ഥാപനങ്ങളിൽ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. 7,200,000 സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്ഥാപനങ്ങൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നായിരുന്നു പ്രധാനമായും പരിശോധിച്ചത്. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതിലും സൗദിവൽക്കരണത്തിലുമുള്ള വീഴ്ചകളായിരുന്നു കണ്ടെത്തിയ പ്രധാനപ്പെട്ട നിയമലംഘനങ്ങൾ. ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ച 59,891 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിന് 16,295 കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ചു. സൗദി പൗരന്മാർക്കായി നീക്കിവെച്ച പോസ്റ്റുകളിൽ വിദേശികളെ നിയമിച്ച 7,662 കേസുകളും രജിസ്റ്റർ ചെയ്തു. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്ക് 88,776 മുന്നറിയിപ്പുകൾ ഈ കാലയളവിൽ മന്ത്രാലയം നൽകി. സ്വദേശിവൽക്കരണത്തിന്റെ അളവ് ഉയർത്താനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നടപടികൾ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വദേശിവൽക്കരണം പാലിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 93.5% ഉയർന്നതായും റിപ്പോർട്ട് പറയുന്നു. തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 1991 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ കാണാം. SKN ചേരുന്നു. നമസ്കാരം.